ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറൈൻ ഡിസൈൻസ്. ഇന്ന് ഞാൻ കുറച്ച് പർദ്ദയിൽ വർക്ക് ചെയ്യുന്ന ഐറ്റംസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോൺ ചെയ്യുന്ന ബോർഡ്, ഡൈ ബോർഡാണ്. അപ്പോൾ ഇത് കൂട്ട് മോഡൽ എനിക്ക് കുറച്ച് ബോർഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൈ ചെയ്യണ മോഡലും വർക്ക് ചെയ്യണതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി സ്റ്റോൺ ചെയ്യണ ബോർഡാണ് കേട്ടോ. വലിയ സ്റ്റോൺ ചെയ്യണത് എനിക്കുണ്ട്. അപ്പോൾ ഇത് തീരെ നൈസായിട്ടുള്ള പൊടി സ്റ്റോൺ ചെയ്യണ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ റേറ്റും ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, വീതി എത്രയാണ്, നീളം എന്നൊക്കെ ഉള്ള ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. 200 സംതിങ്, 300, 320, 290, 245 അങ്ങനെ പല അതിൻ്റെ വലിപ്പം അനുസരിച്ച് പല റേഞ്ചിലുള്ള ബോർഡുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് ഡൈയിൽ നമ്മൾ സ്റ്റോൺ ചെയ്യണ കറക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ബോർഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടി സ്റ്റോൺ ചെയ്യണതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പർദ്ദയുടെ വർക്കുകളൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഈ പൊടി സ്റ്റോൺ വെച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള ഡൈ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിസൈൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോണും വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റോണും എടുക്കണം. അപ്പോൾ അതും 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടഡ് സ്റ്റോൺ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല ഗമ്മുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പാക്കറ്റിന് 500 സംതിങ്, 500 സംതിങ് അതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഗമ്മുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് അതിനുള്ള വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് വല്ലതും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മോഡേൺ റെഡിമെയ്ഡ് അബായസിൽ വരുന്ന വർക്കുകളാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്കുകൾ വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് കാലത്തിനനുസരിച്ച് മോഡലുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ റെഡിമെയ്ഡ് അബായസിൽ ഇതുപോലെ സ്റ്റോൺ ലേസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലേസിൻ്റെ അരികിൽ ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബീഡ് ലേസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് വരുന്ന ബീഡ്സാണിത്. ഇതിൻ്റെ കളറൊന്നും പോവില്ല, അങ്ങനെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ ബീഡിൻ്റെ ലേസിന് ഇപ്പോൾ 4 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗൺ മെറ്റൽ, പിന്നെ ബ്ലാക്ക്, പിന്നെ വൈറ്റ്. നമുക്ക് 3 കളേഴ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു മോഡൽ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവിന് അറ്റത്തൊക്കെ ഡബിൾ സ്ലീവൊക്കെ കൊടുത്തിട്ട് അറ്റത്തൊക്കെ കൊടുക്കാൻ നല്ല ഒരു ലേസാണ് കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനും എളുപ്പമാണ്. 1 സൈഡ് ഫൂട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഐറ്റം ഇത് സ്റ്റോൺ ലേസാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം ബീഡ്സാണ്. ഇത് കുറച്ച് കാലമായി ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പ് എടുത്ത് ചെയ്തത് തീർന്ന പോർഷനാണിത്. അപ്പം ഇതിൻ്റെ സിൽവർ കളറും ഈ കളർ ഗൺ മെറ്റൽ കളറുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സിൽവർ കളർ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഗൺ മെറ്റലാണ് തീർന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം രണ്ടാമത് എടുത്തത്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഇത് ഇറങ്ങിയിട്ട് കേട്ടോ. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ സ്റ്റോണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിലും നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏത് പോർഷനാണോ അവിടെ വരച്ചു കൊടുക്കുക. നമുക്ക് പൊസിഷൻ മാറിപ്പോകരുതല്ലോ. പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാ നോർമൽ മെഷീനിൽ സാധാ പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ചുളിവൊന്നും വീഴാതെ ഒന്ന് സ്ലോ ആയിട്ട് തയ്ക്കണം. ബാക്ക് പോർഷനിൽ നിന്നൊന്ന് പിടിച്ച് പയ്യെ ഒന്ന് വലിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലേസ് യൂസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. മെഷീനിൽ വെച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഒരു അബായയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് 2 ലെയറോ 3 ലെയറോ അങ്ങനെ എവിടെ വേണമെങ്കിലും സ്ലീവിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചാക്കി കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്ത് വേറെ ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോൺ ആണെന്നോർത്ത് ചെറിയ സ്റ്റോണാണ്, സ്റ്റിച്ച് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ക്രിസ്റ്റൽ ലേസ് ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ബോളിൻ്റെ ലേസ് ഉണ്ടല്ലോ, ബീഡ്സിൻ്റെ ആ ലേസ് വെച്ചിട്ട് ഒരു ബായയുടെ സ്ലീവിൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്ലീവൊക്കെ നമുക്കിതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ലേസ് സ്ലീവിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 1 സൈഡ് ഫൂട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ സിബ്ബറൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഫൂട്ടുണ്ടല്ലോ, ആ ഫൂട്ട് അറ്റാച്ച് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്
സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ചാക്കി കൊടുത്താൽ മതി. അപ്പോൾ വൺ സൈഡ് ഫൂട്ടാണെങ്കിൽ നമുക്ക് ബീഡ്സിൽ ഫൂട്ട് തട്ടാതെ ക്ലിയർ ആയിട്ട് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിച്ചത് ആ രീതിയിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വൺ സൈഡ് ഫൂട്ട് ഇട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവിന് അറ്റത്ത് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഡബിൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ 2 സ്ലീവ് ഒരുമിച്ച് വന്നിട്ട് അതിനകത്തൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഭംഗിയിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുക. എന്നാൽ ഇത് ട്രെൻഡിങ് ആണ്. ഇപ്പം ഇറങ്ങുന്ന റെഡിമെയ്ഡ് അബായസിലെല്ലാം ഈ 2 വർക്കുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോൺ വർക്കുണ്ട്, പിന്നെ വരുന്നത് ഹാൻഡ് വർക്കാണ്. അതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഓരോ ബീഡ്സും തുന്നി പിടിപ്പിക്കണം, അല്ലെ ആരി വർക്ക് അറിയാതിരിക്കണം. അപ്പോൾ കൂടുതലും ഞാൻ ഇങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഇറങ്ങുമ്പോൾ അതനുസരിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതെന്നായിരിക്കും. നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.